അജ്ഞാത പറക്കുന്ന വസ്തുക്കൾ അഥവാ UFO എന്ന് ചുരുക്കി വിളിക്കുന്ന അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്ട്സ് കൺവെൻഷണൽ രീതികളിൽ നമുക്ക് വിശദീകരിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. ആകാശത്ത് സംഭവിക്കുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ പലപ്പോഴും അവിശ്വസനീയവും നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതുമാണ്. ചരിത്രത്തിലുടനീളം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 20-21 നൂറ്റാണ്ടുകളിൽ ജനങ്ങൾ കൂടുതലായി ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ആകുലരാകാനും തുടങ്ങി. 1947 ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ ഒരു അജ്ഞാത വസ്തു തകർന്നു വീണതിനു ശേഷം ഈ സൈറ്റിൽ അന്യഗ്രഹ ബഹിരാകാശ പേടകവും അതിന്റെ പൈലറ്റുമാരുടെ മൃതദേഹങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നും അത് അന്യഗ്രഹ ജീവികളാണെന്നുമുള്ള ആരോപണങ്ങളുമായി ജനങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. അന്യഗ്രഹ ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും തകർന്നത് ഒരു കാലാവസ്ഥാ ബലൂൺ ആണ് എന്നും US സർക്കാർ അന്ന് പറഞ്ഞിരുന്നു. മറ്റു ചിലർ സൈറ്റിന് മുകളിലോ സമീപത്തോ ആയി UFOകൾ കണ്ടതായി അവകാശപ്പെടുന്നു. 1989 പോഡ്കാസ്റ്റർ ജോ റോഗൻ റോബർട്ട് ലാസറുമായി നടത്തിയ അഭിമുഖത്തിൽ അമേരിക്കയുടെ ടോപ്പ് സീക്രട്ട് ബേസ് ആയ ഏരിയ 51-നുള്ളിൽ സെക്ടർ 4-ൽ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റിൽ താൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നും അന്യഗ്രഹ ജീവികളുടെ മെഡിക്കൽ ഫോട്ടോഗ്രാഫുകൾ താൻ കണ്ടിട്ടുണ്ട് എന്നും അവകാശപ്പെട്ടു. മാത്രമല്ല സർക്കാർ UFOകൾ പരിശോധിക്കാൻ ഏരിയ 51 ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം അന്ന് ആരോപിച്ചു. പലപ്പോഴും പ്രകൃതിദത്തമായ കാരണങ്ങളാലോ മനുഷ്യരുടെ ഇടപെടലൊക്കെ മൂലമാണ് UFO പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴും ചിലത് വിശദീകരിക്കാനാവാതെ വിവാദപരമായി തന്നെ തുടരുകയാണ്. ഒപ്പം നിരവധി സിദ്ധാന്തങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നു. സയൻസ് ഫിക്ഷനോടുള്ള താല്പര്യം അല്ലെങ്കിൽ മനുഷ്യയുക്തിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ തോന്നുന്ന കൗതുകം, അതുമല്ലെങ്കിൽ ഇന്നും നമുക്കറിയാത്ത മനുഷ്യന്റെ കണ്ണും കൈയും എത്താത്ത എന്തോ ഒന്നാകാം ഇത്തരം UFOകൾക്ക് പിന്നിൽ. ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ചില അവിശ്വസനീയമായ സാക്ഷികളും തെളിവുകളും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അജ്ഞാത പറക്കുന്ന വസ്തുക്കളെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1976 സെപ്റ്റംബർ 19 വളരെ നാടകീയമായ ഒരു സംഭവമാണ് അന്ന് അതിരാവിലെ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ സംഭവിച്ചത്. ആകാശത്ത് തിളങ്ങുന്ന ഒരു വസ്തു കാണുന്നതായി ജനങ്ങൾ അധികൃതരെ അറിയിക്കുന്നു. വിമാനമോ ഹെലികോപ്റ്ററോ ഒന്നുമല്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു പറക്കുന്ന വസ്തു ആകാശത്ത് തിളങ്ങി നിൽക്കുന്നു. ജനങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായി. ഭയപ്പെട്ട് പോലീസിനെ വിവരമറിയിക്കുന്നു. ഇംപീരിയൽ ഇറാനിയൻ എയർഫോഴ്സിലെ ലഫ്റ്റനന്റ് യതി നസീരിയെയും മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടി A4 ഫാന്റം 2 ജെറ്റ് എന്ന ഇന്റർസെപ്റ്ററിൽ സംഭവ സ്ഥലത്തെത്തുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഇന്റർസെപ്റ്ററിൽ നിന്നുള്ള എല്ലാ ആശയവിനിമയങ്ങളും നഷ്ടപ്പെടുന്നു. തോക്കുകൾ നിർജീവമാകുന്നു. അങ്ങനെ അവർക്ക് പിന്മാറേണ്ടി വരുന്നു. പിന്നീട് IIAF സ്ക്വാഡ്രൺ കമാൻഡറായ മേജർ പർവീസ് ജാഫറി, ഫസ്റ്റ് ലഫ്റ്റനന്റ് ജലാൽ ഡാമേറിയൻ എന്നിവർ മറ്റൊരു A4 ഫാന്റം 2 വിമാനത്തിൽ അജ്ഞാത പറക്കുന്ന വസ്തുവിനെ സമീപിക്കുന്നു. 27 നോട്ടിക്കൽ മൈൽ, അതായത് 50 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു വസ്തുവിനെ റഡാർ ലോക്കിടാൻ അവർക്ക് കഴിയുന്നു. അതൊരു ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കറിന്റെ അത്ര വലിപ്പമുള്ള വസ്തുവായിരുന്നു എന്ന് ജാഫ്രി പറയുന്നു. പക്ഷെ അതിനടുത്തെത്തിയപ്പോൾ ചുവപ്പും പച്ചയും നീലയും ഓറഞ്ചും നിറങ്ങളിൽ മാറി മാറി തന്റെ കണ്ണുകളിലേക്ക് വെളിച്ചം ശക്തിയായി അടിച്ചതിനെ തുടർന്ന് തനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ജാഫറി അന്ന് പറഞ്ഞു. കൂടാതെ വിമാനത്തിന്റെ ആശയവിനിമയ സംവിധാനവും തകരാറിലായിരുന്നു. ഒരു AIM-9 സൈഡ് വിന്റർ മിസൈൽ ഉപയോഗിച്ച് വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും മെഷീൻ നിലയ്ക്കുകയും അവർ നിസ്സഹായരാവുകയും ചെയ്തു. പിന്നീട് സംഭവത്തെക്കുറിച്ച് ജാഫറി പറഞ്ഞത് ഇങ്ങനെയാണ്: അജ്ഞാത വസ്തുവിൽ നിന്ന് വൃത്താകൃതിയിലുള്ള എന്തോ ഒന്ന് പുറത്തേക്ക് വരികയും അതൊരു മിസൈൽ വേഗത്തിൽ തന്റെ നേരെ കുതിക്കുകയും ചെയ്തു. പെട്ടെന്ന് താൻ വെടിവെക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് തന്റെ ആയുധം പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലായത്. ആശയവിനിമയ ഉപകരണങ്ങളെല്ലാം തകരാറിലായി. പിന്നീട് എനിക്ക് എയർ ട്രാഫിക് കൺട്രോളിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ സമയത്ത് എന്നോട് തിരികെ വരാൻ അവർ ആവശ്യപ്പെട്ടു. അവസാനമായി കാണുന്നത് ആ അജ്ഞാത വസ്തുവിൽ നിന്ന് തിളക്കമുള്ള എന്തോ ഒന്ന് താഴേക്ക് പതിക്കുന്നതാണ്. ഒരു സ്ഫോടനം പ്രതീക്ഷിച്ചുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അതിയായി ഉയർന്ന പ്രകാശം മാത്രമാണ് കാണാൻ സാധിച്ചത്. സമീപത്തെ വീടുകളിലുള്ളവരും വലിയ ശബ്ദവും പ്രകാശവും കണ്ടിരുന്നു. ഗ്രിഫിത്ത് സർവകലാശാലയിലെ മാർട്ടിൻ ബ്രിഡ് സ്റ്റോക്ക് ഇത് സത്യമാണെന്ന് അംഗീകരിച്ചിരുന്നു. എന്നാൽ US ജേർണലിസ്റ്റ് ഫിലിപ്പ് ജെ ക്ലാസ് പറയുന്നത് ഇവർ കണ്ടത് ജൂപ്പിറ്ററിനെ അഥവാ വ്യാഴത്തിനെ ആകാമെന്നാണ്. വിമാനങ്ങൾ പ്രവർത്തനരഹിതമായത് എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ ആകാമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു.
കൂടാതെ FO വിമാനങ്ങൾ മികച്ചതല്ല എന്നും എപ്പോഴും തകരാറ് രേഖപ്പെടുത്താറുള്ളവയാണെന്നും റഡാർ ലോക്ക് സംഭവിച്ചത് അത് മാനുവൽ ട്രാക്ക് മോഡിൽ ആയതുകൊണ്ടായിരിക്കാമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തിളക്കമുള്ള ഒരു വസ്തു തന്റെ നേരെ പാഞ്ഞു എന്ന പൈലറ്റിന്റെ വാദത്തിനെ കുറിച്ച് അമേരിക്കൻ എഴുത്തുകാരനായ ബ്രയാൻ ഡണിംഗ് നൽകിയ വിവരണം എന്ന് പറയുന്നത് സംഭവം നടന്ന സെപ്റ്റംബർ 19 ഉൽക്കകൾ അതിയായി വർഷിക്കപ്പെട്ട ദിവസമായിരുന്നു എന്നും അതാകാം ജാഫ്രി കണ്ടത് എന്നുമായിരുന്നു. മാത്രമല്ല, വിമാനങ്ങളുടെ ആശയവിനിമയോപാധികൾ തകരാറിലായ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അസാധാരണമായി ഒന്നുമില്ല എന്നും ഇത് ഏറ്റുപിടിച്ച് വാർത്തയാക്കുകയും അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്ന തരത്തിലുള്ള വാർത്തകൾ നൽകുകയും ചെയ്ത മാധ്യമങ്ങളെയും സ്ഥാപനങ്ങളെയും ഡണിംഗ് അന്ന് നിശിതമായി വിമർശിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട UFO സൈറ്റിംഗ് സംഭവിച്ചത് 2006 നവംബർ 7 ചിക്കാഗോയിലാണ്. ചിക്കാഗോയിലെ ഓഹെയർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ യുണൈറ്റഡ് എയർലൈൻസിന്റെ 12 ജീവനക്കാർ അപ്രതീക്ഷിതമായി ആകാശത്ത് ഒരു അജ്ഞാത വസ്തുവിനെ കാണുന്നു. എന്നാൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇതൊരു കാലാവസ്ഥാ പ്രതിഭാസമാണ് എന്ന് പറയുകയും ഇത്തരത്തിൽ ഒരു UFO രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പറഞ്ഞ് അതിനെ കാര്യമായി എടുത്തില്ല. നവംബർ 7 വൈകുന്നേരം 4:15 ഓയർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഫെഡറൽ അതോറിറ്റീസിന് ഒരു അറിയിപ്പ് കിട്ടുന്നു. ഗേറ്റ് C-17 സമീപമായി സോസറിന്റെ ആകൃതിയിലുള്ള ലോഹം കൊണ്ടുള്ള എന്തോ ഒന്ന് ആകാശത്ത് കണ്ടതായി യുണൈറ്റഡ് എയർലൈൻസിന്റെ 12 ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നോർത്ത് കരോലീനയിലേക്ക് ചിക്കാഗോയിൽ നിന്നും പുറപ്പെടുകയായിരുന്ന 446 എന്ന യുണൈറ്റഡ് എയർലൈൻസിനെ പുഷ് ബാക്ക് ചെയ്യാനായി വന്ന ഒരു റാം ജീവനക്കാരനാണ് ഈ അജ്ഞാത വസ്തുവിനെ ആദ്യമായി കണ്ടത്. ഉടൻ തന്നെ ജീവനക്കാരൻ ഫ്ലൈറ്റ് 446 മറ്റു ജീവനക്കാരെ വിവരം അറിയിക്കുന്നു. പൈലറ്റുമാരും എയർലൈൻ മാനേജ്മെന്റ് മെക്കാനിക്കുകളുമെല്ലാം അവിടെ എത്തുകയും ഇത് കാണുകയും ചെയ്യുന്നു. എന്നാൽ റഡാറിൽ കാണാത്തതിനാൽ വിവരം അറിയിക്കുമ്പോൾ എയർ ട്രാഫിക് കൺട്രോൾമാർ അത് കാര്യമായി എടുത്തില്ല. ഏകദേശം 6 മുതൽ 24 അടി വരെ വലുപ്പമുള്ളതും കടും ചാര നിറത്തിലുള്ളതുമായിരുന്നു തങ്ങൾ കണ്ടത് എന്ന് ജീവനക്കാർ അവകാശപ്പെട്ടിരുന്നു. എയർപോർട്ടിന് പുറത്തും ചിലർ ഇത് കണ്ടതായി പറയപ്പെടുന്നു. ഡിസ്കിന്റെ ആകൃതിയിലുള്ള വസ്തു എയർപോർട്ടിന് മുകളിലൂടെ സഞ്ചരിക്കുന്നതായി അവർ പറഞ്ഞു. കാണികളിൽ ഒരാൾ പറഞ്ഞത് അത് മേഘവാളികൾക്ക് ഇടയിലൂടെ സഞ്ചരിക്കുകയും വെടിയുതിർക്കുകയും നീല നിറത്തിലുള്ള ഒരു ദ്വാരം മേഘങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുകയും പിന്നീട് അത് മാഞ്ഞു പോവുകയും ചെയ്തു എന്നാണ്. യുണൈറ്റഡ് എയർലൈൻസും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ഇത് നിരാകരിച്ചതിനെ തുടർന്ന് ചിക്കാഗോ ട്രിബ്യൂൺ എന്ന പത്രം ഒരു അന്വേഷണം ആരംഭിക്കുകയും ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് എയർ ട്രാഫിക് കമ്മ്യൂണിക്കേഷൻസിന്റെ ടേപ്പുകൾ പരിശോധിക്കാനായി FAA ഉത്തരവിടുകയും അജ്ഞാതമായ എന്തോ ഒന്ന് കണ്ടതായി പറയുന്ന ഒരു ഫോൺ കോൾ ഒരു യുണൈറ്റഡ് സൂപ്പർവൈസറിന്റെ ഭാഗത്തു നിന്നും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിലേക്ക് ചെന്നതായുള്ള വിവരം പുറത്തുവരികയും ചെയ്യുന്നു. ഇതൊരു കാലാവസ്ഥ പ്രതിഭാസമാണ് എന്ന് പറഞ്ഞ് ഏജൻസി സംഭവത്തെ തള്ളിക്കളയുകയായിരുന്നു. ഹോൾ പഞ്ച് ക്ലൗഡ് എന്ന കാലാവസ്ഥാ പ്രതിഭാസമാണ് അന്ന് കണ്ടത് എന്ന് ജ്യോതിശാസ്ത്രജ്ഞനായ മാർക്ക് ഹാമർഗ്രൻ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ യുഫോളജിസ്റ്റുകൾ, അതായത് ഇത്തരത്തിലുള്ള അജ്ഞാത പറക്കുന്ന വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് അമേരിക്കൻ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ലംഘനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുമെന്ന് ഭയന്നാണ് ഫെഡറൽ ഏവിയേഷൻ അന്വേഷണത്തിന് വിസമ്മതിക്കുന്നത് എന്നാണ്. നാർകാപ് അഥവാ നാഷണൽ ഏവിയേഷൻ റിപ്പോർട്ടിംഗ് സെന്റർ അനോമലിസ് ഫിനോമിന 155 പേജുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിക്കൊണ്ട് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നും ഇത്തരത്തിലുള്ള എനർജി സെൻസ് ചെയ്യാനുള്ള ടെക്നോളജി കൂടുതൽ കാര്യപ്രാപ്തമായി ഉയർത്തിക്കൊണ്ടുവരണമെന്നും ഇത്തരത്തിലുള്ള റഡാറിൽ പിടിക്കപ്പെടാത്ത അജ്ഞാത വസ്തുക്കൾ യാത്രക്കാർക്കും വിമാനങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും അപകടങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നും സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കാമെന്നുമായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അന്ന് CNN-ഉം ഫോക്സ് ന്യൂസും CBS ഉൾപ്പെടെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയിരുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട UFO സൈറ്റിംഗ് എന്ന് പറയുന്നത് 1989 യൂറോപ്പിലെ വടക്ക് പടിഞ്ഞാറൻ രാജ്യമായ ബെൽജിയത്തിൽ സംഭവിച്ചതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരമ്പരയായിരുന്നു. 89 തുടങ്ങി 90 ഏപ്രിൽ വരെ നീണ്ടുനിന്ന കറുത്ത ത്രികോണാകൃതിയിലുള്ള അജ്ഞാത വസ്തുക്കൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടതിന് ആയിരങ്ങൾ സാക്ഷികളായിരുന്നു. താഴ്ന്നു പറന്ന ഈ വസ്തുക്കളിൽ വെളിച്ചം കാണപ്പെട്ടതായി പറയുന്നു. 1990 മാർച്ച് 30-31 ദിവസങ്ങളിൽ
രാത്രികാലത്ത് ഈ വസ്തു വളരെ വ്യക്തമായി കാണപ്പെടുകയും റഡാറിൽ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞതിനെ തുടർന്ന് ബെൽജിയൻ എയർഫോഴ്സ് F-16 എന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് അയക്കുകയും എന്നാൽ യാതൊന്നും കാണാൻ സാധിച്ചില്ല എന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഇത്തരത്തിലുള്ള വസ്തുവിനെ കണ്ടതായി 143ഓളം ആളുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാർച്ച് 30-ന് ഗ്ലോൺസിലെ കൺട്രോൾ റിപ്പോർട്ടിംഗ് സെന്ററിന്റെ സൂപ്പർവൈസർക്ക് ബ്രസൽസിന്റെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന തൊറംബൈസ് ജം ബ്ലോക്സിലേക്ക് അസാധാരണമായി 3 ലൈറ്റുകൾ നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ വരികയും അത് സ്ഥിരീകരിക്കാനായി വാവറെ എന്ന സ്ഥലത്തെ ജെൻഡർമേരിയോട് ഒരു പെട്രോളിംഗ് നടത്താൻ CRC പറയുകയും ചെയ്യുന്നു. ജെൻഡർമേരി എന്നത് അവിടുത്തെ അന്നത്തെ സിവിലിയൻ പോലീസ് ഓർഗനൈസേഷൻ ആയിരുന്നു. എന്നാൽ അല്പസമയത്തിനു ശേഷം വീണ്ടും ത്രികോണാകൃതിയിലുള്ള ലൈറ്റുകൾ കണ്ടതായി റിപ്പോർട്ടുകൾ വരികയും സമ്മർസാക്ക് എന്ന സ്ഥലത്തെ ട്രാഫിക് സെന്റർ കൺട്രോൾ അതിന്റെ റഡാറിൽ ഒരു വസ്തുവിനെ ട്രാക്ക് ചെയ്തതായി അറിയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പ്യൂവേ ചെയിൻ എയർബേസിൽ നിന്ന് 2 F-16 യുദ്ധവിമാനങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കാനായി സംഭവ സ്ഥലത്ത് എത്തുന്നു. എന്നാൽ അവർക്ക് നിരവധി സമയത്തെ തിരച്ചിലിന് ശേഷവും ഒന്നും കണ്ടെത്താനായില്ല. ബ്രാക്ക് സ്കാറ്ററിംഗ് എന്നറിയപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസമാണ് ഇത് എന്ന് പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു. 1913-ൽ ലോറൻസ് ബ്രാക്കും അദ്ദേഹത്തിന്റെ പിതാവ് വില്യം ഹെൻറി ബാഗും ചേർന്ന് ബ്രാക്ക് ഡിഫ്രാക്ഷൻ എന്ന പേരിൽ അവതരിപ്പിച്ച ഒരു പ്രതിഭാസമാണിത്. എന്നാൽ പിന്നീട് സ്ഥിരീകരിക്കാനാവാത്ത പല ചലനങ്ങളും വെളിച്ചവും ജെൻഡർമേരിയിലെ അംഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ 1990-ൽ 3 വശങ്ങളിലും വെളിച്ചവുമായി ത്രികോണാകൃതിയിലുള്ള ഒരു അജ്ഞാത പറക്കുന്ന വസ്തുവിന്റെ ഫോട്ടോ പുറത്തു വന്നിരുന്നു. പാട്രിക് മരേച്ചാൽ എന്ന പേരുള്ള ഒരു ഫോട്ടോഗ്രാഫർ താൻ കൃത്രിമമായി ഉണ്ടാക്കിയ ഫോട്ടോയാണ് ഇത് എന്ന് 2011-ൽ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിലെ തമാശ എന്തെന്നാൽ 20 വർഷത്തോളം സോബബ്സ് എന്ന യുഫോളജിക്കൽ ഓർഗനൈസേഷൻ ഈ ചിത്രം യഥാർത്ഥമാണെന്ന് അവകാശപ്പെട്ടിരുന്നു. സ്റ്റൈറോഫോമിന്റെ ഒരു കഷ്ണം ഒരു ത്രികോണാകൃതിയിൽ മുറിച്ച് കറുത്ത പെയിന്റ് ചെയ്ത് ഓരോ കോണിലും ഓരോ ഫ്ലാഷ് ലൈറ്റ് ഒട്ടിച്ച് വെച്ച ശേഷം ഒരു സ്ട്രിംഗിൽ തൂക്കിയാണ് താൻ ഈ UFO സൃഷ്ടിച്ചത് എന്ന് മരേച്ചാൽ അമേരിക്കൻ എഴുത്തുകാരനായ ആൻഡ്രൂ ഡെന്നിങ്ങിനോട് വെളിപ്പെടുത്തിയിരുന്നു. സംഭവത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം നിരവധി റിപ്പോർട്ടുകളും സംവാദങ്ങളും അന്ന് ഉയർന്നു വന്നിരുന്നു. 2019 ജൂലൈ 15 US നാവികസേനയുടെ യുദ്ധക്കപ്പലായ USS ഒമാഹ കാലിഫോർണിയയിലെ സാൻഡിഗോ തീരത്ത് പസഫിക് സമുദ്രത്തിൽ ഒരു അജ്ഞാത വസ്തുവിനെ മുങ്ങിക്കിടക്കുന്നതായി കാണുന്നു. കപ്പലിന്റെ റഡാർ, സോണാർ, ഇലക്ട്രോ ഓപ്റ്റിക്കൽ സംവിധാനങ്ങൾ വഴി ഈ വസ്തു കണ്ടെത്തുകയും ഹെലികോപ്റ്ററും ഡ്രോണും ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും ചെയ്തു. ഇരുട്ടിൽ തിളങ്ങുന്ന 6 അടി വ്യാസമുള്ള ഒരു ഗോളാകൃതിയിലാണ് വസ്തു കാണപ്പെട്ടത്. 158 മൈൽ വരെ വേഗതയിലും 500 അടി വരെ ആഴത്തിലും വസ്തു ക്രമരഹിതമായി നീങ്ങുന്നു. ഈ വസ്തുവിന് വായുവിൽ നിന്നും വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്ന് വായുവിലേക്കും മാറി മാറി സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് വെള്ളത്തിൽ അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ഏകദേശം 1 മണിക്കൂറോളം അന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടു. സംഭവം കപ്പലിലെ ക്യാമറകൾ പകർത്തിയിരുന്നു. ദൃശ്യങ്ങൾ പിന്നീട് ആധികാരികമാണ് എന്ന് പെന്റഗൺ സ്ഥിരീകരിക്കുകയും ചെയ്തു. വസ്തുവിനെ ട്രാൻസ്മീഡിയം വാഹനമായി തരംതിരിച്ചു. അതായത് വായു, വെള്ളം, ബഹിരാകാശം എന്നിങ്ങനെ വ്യത്യസ്ത പരിതസ്ഥിതികളിൽ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. US സൈന്യം റിപ്പോർട്ട് ചെയ്ത ഏറ്റവും കൗതുകമുണർത്തുന്ന UFO കാഴ്ചകളിൽ ഒന്നായിരുന്നു ഈ സംഭവം. രസകരമായ മറ്റൊരു സംഭവമാണ് 2008 ജനുവരി 8-ന് ടെക്സാസിലെ സ്റ്റീഫൻ വില്ലയിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും നിവാസികൾ രാത്രി ആകാശത്ത് 1-ലധികം ലൈറ്റുകൾ നീങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്തത്. ചില സാക്ഷികൾ ചുവപ്പ്, വെള്ള, നീല ലൈറ്റുകളുള്ള ഒരു വലിയ ത്രികോണാകൃതിയിലുള്ള ഒരു വസ്തു താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതായി കണ്ടു എന്ന് അധികൃതരെ അറിയിക്കുന്നു. ലൈറ്റുകൾ ഏകദേശം 15 മിനിറ്റോളം കാണാൻ സാധിച്ചു എന്നവർ പറഞ്ഞു. കണ്ടവരിൽ പൈലറ്റുമാരും പോലീസ് ഓഫീസേഴ്സും ഒരു കൗണ്ടി കോൺസ്റ്റബിളും മുൻ എയർ ട്രാഫിക് കൺട്രോളും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ US എയർഫോഴ്സ് ഈ പ്രദേശത്ത് വിമാനങ്ങളൊന്നുമില്ലെന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീട് രാത്രി പരിശീലന ദൗത്യം നടത്തിയ തങ്ങളുടെ 10 F-16 യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു. എന്നിരുന്നാലും ചില സാക്ഷികളും ഗവേഷകരും വ്യോമസേനയുടെ വിശദീകരണത്തെ തള്ളിക്കളയുകയും അവ വിമാനങ്ങളായിരുന്നില്ല എന്ന് വാദിക്കുകയും ചെയ്തു. ഈ സംഭവം CNN, BBC, ദി ഹിസ്റ്ററി ചാനൽ തുടങ്ങിയ നിരവധി മാധ്യമങ്ങളിൽ അന്ന് വാർത്തയായിരുന്നു. UFOകളെ കുറിച്ച് അഥവാ അജ്ഞാത ഇത്തരത്തിലുള്ള പറക്കുന്ന വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന സ്ഥാപനമായ മ്യൂച്വൽ UFO നെറ്റ്വർക്ക് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. എങ്കിലും വ്യക്തമായ ഒരു വിവരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല.
സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട UFO കാഴ്ചകളിൽ ഇത്തരത്തിലുള്ള അജ്ഞാത പറക്കുന്ന വസ്തുക്കളെ മനുഷ്യർ കാണാൻ തുടങ്ങിയതിന്റെ ചരിത്രത്തിന് മനുഷ്യന്റെ തന്നെ ചരിത്രത്തോളം പഴക്കമുണ്ടാകാം. ഇത്തരത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ UFO സൈറ്റിംഗ് BC 1450 ഏൻഷ്യന്റ് ഈജിപ്തിലാണ് സംഭവിക്കുന്നത്. BC 218 യൂറോപ്പിലും BC 76 ഏഷ്യയിലും അങ്ങനെ നിരവധി തവണ നിരവധി ഇടങ്ങളിൽ അജ്ഞാത വസ്തുക്കളും വെളിച്ചവും രൂപവുമെല്ലാം ആകാശത്ത് പൊങ്ങിയും താഴ്ന്നും പറന്നതും ഇറങ്ങി വന്നതുമായ സംഭവങ്ങളും അതിന്റെ അനുകൂല പ്രതികൂല വാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1999 ന്യൂസിലൻഡിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന എയർഷിപ്പ് കാഴ്ചകളും 1917 പോർച്ചുഗലിൽ സംഭവിച്ചെന്ന് പറയുന്ന സൂര്യന്റെ അത്ഭുത പ്രവൃത്തികളും 1940കളിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളുടെ യുദ്ധവിമാനത്തിന്റെ പൈലറ്റുമാർ തങ്ങളുടെ വിമാനത്തെ പിന്തുടരുന്ന വർണ്ണാഭമായ പ്രകാശഗോളങ്ങളെ കണ്ടതും 1947 പ്രശസ്തമായ റോസ്വെൽ സംഭവവും തുടർന്നങ്ങോട്ട് അനേകം പ്രാവശ്യം പല നാടുകളിൽ അജ്ഞാത പറക്കുന്ന വസ്തുക്കളെയും രൂപങ്ങളെയും കണ്ടതായി ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 ഫെബ്രുവരിയിൽ വടക്കേ അമേരിക്കയിൽ, പിന്നീട് ലാറ്റിൻ അമേരിക്കയിൽ, ചൈനയിൽ, കിഴക്കൻ യൂറോപ്പിൽ ഇവിടങ്ങളിലായി നിരവധി തവണ ഉയർന്ന ഉയരത്തിൽ UFOകൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഏറ്റവും പുതിയ സംഭവം. സൈനിക വിമാനങ്ങൾ ഇവയെ വെടിവെച്ചിടുകയും ചാരു ബലൂണുകളായി തിരിച്ചറിയപ്പെടുകയും ചെയ്തു എന്നതായിരുന്നു വാർത്ത. ഇനിയും ഇത്തരത്തിലുള്ള അജ്ഞാത പറക്കുന്ന വസ്തുക്കളെ കുറിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായേക്കാം. യുക്തിപരവും യുക്തിരഹിതവുമായ വാദങ്ങൾ ഉണ്ടാവാം. ഒരു അന്യഗ്രഹ ജീവിയെയോ ഒരു അന്യഗ്രഹ പേടകത്തെയോ കാണാനായി നമുക്കും കാത്തിരിക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ. ദിസ് ഇസ് കൃഷ്ണവേണി ഫ്രം ആർക്കേസ്.